നീങ്ങേണ്ടത്. ഒന്നാമതായി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റമദാനിൽ നമുക്കൊരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകണം. റമദാനിലെ രാത്രി നമസ്കാരങ്ങൾ, റമദാനിലെ ഖുർആൻ പാരായണം, ഇതെല്ലാം റമദാനിന് മുമ്പ് ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇദാ മരിദൽ അബ്ദ് ഔ സാഫറ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹൻ. ഒരാൾ രോഗിയായി നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്വഹീഹായ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ നോമ്പ് നോൽക്കുന്ന അതേ പ്രതിഫലം റമദാനിൽ അയാൾക്ക് നേടാൻ കഴിയും, അയാളുടെ നീയത്ത് കൊണ്ട്, അയാളുടെ ആഗ്രഹം കൊണ്ട്. അത് ഈ ദീനിൻ്റെ പ്രത്യേകതയാണ്. ആഗ്രഹമുണ്ടായിരുന്നു, നല്ല കൊതിയുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്നാണ് രോഗം വന്നത്, ആരോഗ്യം ദുർബലമായി, നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല, എഴ്തികാഫിന് സാധിച്ചില്ല, യാത്രയിലായിപ്പോയി. അങ്ങനെ ഏത് സാഹചര്യങ്ങളാകട്ടെ, ആ മനുഷ്യൻ്റെ ആഗ്രഹം, ആ മനുഷ്യൻ്റെ നീയത്ത് അത് സത്യസന്ധമാണെങ്കിൽ, നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ അയാൾ നോമ്പ് നോൽക്കുന്നത് പോലെ, അയാൾ രാത്രി നമസ്കരിക്കുന്നത് പോലെ, അയാൾ എത്തിക്കാഫിരിക്കുന്നത് പോലെ ആ ആഗ്രഹം കൊണ്ട്, നീയത്ത് കൊണ്ട് പ്രതിഫലം നേടാൻ സാധിക്കും. മൻ ഹമ്മ ബിഹസന ഫലം യഅമൽഹാ കുതിബത് ലഹു ഹസന. ഒരാളൊരു നന്മ ആഗ്രഹിച്ചു, റമദാനിൽ ഖുർആൻ ഖത്മ് തീർക്കണം, റമദാനിൽ രാത്രി നമസ്കരിക്കണം, ധാരാളം നന്മകളിൽ മത്സരിക്കണം. ആ മനുഷ്യൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു, അവനത് ചെയ്യാനുള്ള അവസരം ലഭിച്ചില്ല. കുതിബത് ലഹു ഹസന, അള്ളാഹു അവന് ആ നന്മ രേഖപ്പെടുത്തും. ഒരു നന്മ അള്ളാഹു അവന് രേഖപ്പെടുത്തും. വമൻ ഹമ്മ ബിഹസന ഫഅമിലഹ കുതിബത് ലഹു അശറൻ ഇലാ 700 ളിഅഫ്. 700 മടങ്ങ് വരെ അല്ലാഹു തആല ആ നന്മ പ്രവർത്തിച്ചാൽ ആ മനുഷ്യന് നൽകുമെന്നാണ്. ഇപ്പൊ റമദാനിന് മുമ്പേ ഒരു കൊതി നമുക്ക് വേണം, റമദാനിന് മുമ്പേ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. മഹാനായ അബൂബക്കർ അൽ ബൽഖി അദ്ദേഹം പറയാറുണ്ട്, ഷഹ്റു റജബ്, റജബ് മാസം ഷഹ്റു സർ, കൃഷി ഇറക്കേണ്ട മാസമാണ്. റജബിൽ ഒരു മനുഷ്യൻ വിത്തിടണം, റജബിൽ ഒരു മനുഷ്യൻ അവൻ്റെ കൃഷിയിടം പാകപ്പെടുത്തണം. ഷഹ്റു ഷഅബാൻ, ഷഅബാൻ എത്തിക്കഴിഞ്ഞാൽ സഖിയു സർ, ആ കൃഷിക്ക് നനവ്, വെള്ളം നൽകണം. വിത്തിട്ടു റജബിൽ, ഷഅബാനിൽ വെള്ളം നനച്ചു, അതിലെ കളകൾ ഒഴിവാക്കി, അതിനെ കേടുവരുത്തുന്ന വല്ലതുമുണ്ടെങ്കിൽ ഷഅബാനിൽ തന്നെ അവൻ്റെ കൃഷിയിടത്തിലെ അത്തരം വസ്തുക്കൾ അവൻ ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ ഷഹ്റു റമദാൻ ഹസാദു സർ, വിളവെടുക്കാൻ കഴിയും. റമദാനിൽ വിളവെടുപ്പാണ്. റമദാനിൽ വിളവെടുപ്പ് നടത്തണമെങ്കിലോ റജബിൽ അവൻ വിത്തിടണം, ഷഅബാനിൽ അവൻ വെള്ളം നനക്കണം, അവൻ്റെ കൃഷിയെ ബാധിക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ ആ കൃഷിയിടത്തിൽ നിന്ന് അതിനെ മാറ്റണം. വിത്തിടാതെ, വെള്ളം നനക്കാതെ റമദാനിൽ വിളവെടുക്കാൻ പോയാലോ ഒന്നും ഉണ്ടാവില്ല, അവിടെ ഒന്നും നേടാൻ കഴിയില്ല. ഇതാണ് പല ആളുകളുടെയും കഴിഞ്ഞ റമദാനുകൾക്ക് പറയാനുള്ളത്. റമദാൻ ഇങ്ങനെ കഴിഞ്ഞു പോകും, ആഗ്രഹങ്ങൾ ഉണ്ടാകും, റമദാൻ കഴിഞ്ഞാലും ഒരു ഖത്മ് അവൻ പൂർത്തീകരിച്ചിട്ടില്ല, റമദാൻ കഴിഞ്ഞിട്ടും ഒരു തിന്മയും ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ടില്ല, റമദാൻ കഴിഞ്ഞിട്ടും ആ പഴയ സിഗരറ്റ് വലിയും ആ സിനിമയും സംഗീതവും തോന്നിവാസവും ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ട്? റമദാനിന് മുമ്പേ അവരൊരുങ്ങിയിട്ടില്ല. അതുകൊണ്ട് റമദാനിന് മുമ്പ് നമ്മൾ ഒരുങ്ങണം. ഷഅബാൻ, ആ ഷഅബാനിൽ റമദാനിന് ആവശ്യമായ വിത്ത് നമ്മൾ പാകണം, വെള്ളം നമ്മൾ നനക്കണം. നമ്മുടെ റമദാനിനെ ബാധിക്കുന്ന വല്ലതും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെടുത്തു മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം. മഹാനായ അംർ ഇബ്നു ഖൈസ് അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്, ഇദാ ദഖല ശഅബാൻ, ശഅബാൻ എത്തിക്കഴിഞ്ഞാൽ അഗ്ലക ഹാനൂതഹു, കടകളടക്കും. റമദാനിലല്ല, ശഅബാനിൽ കടയടക്കും. വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിനായി അദ്ദേഹം മാറിയിരിക്കും. റമദാനിന് മുമ്പ് ശഅബാനിൽ ഖുർആൻ പാരായണത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ ഉണ്ടാകണം.
ഇബാദത്തുകൾ ഉണ്ടാകണം. റമദാനിന്റെ ഒന്നിലല്ല, അല്ലെങ്കിൽ റമദാനിന്റെ ആദ്യത്തെ ആ രാത്രിയിലല്ല രാത്രി നമസ്കാരം തുടങ്ങേണ്ടത്. തുടങ്ങാത്തവരുണ്ടോ, നിർത്തിവെച്ചവരുണ്ടോ? ശഅബാനിൽ തന്നെ നമുക്ക് എത്ര സാധിക്കുമോ അത് നമ്മൾ ആരംഭിക്കണം. എപ്പോഴെങ്കിലും ഖുർആൻ ഓതുന്നവരുണ്ടോ? ഖുർആൻ പാരായണം അത് സ്ഥിരമാക്കണം. അള്ളാഹുവിന് ഇഷ്ടം കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഹദീസിൽ കാണാം, ലം യകുനി നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹറൻ അക്സറ മിൻ ശഅബാൻ. ഒരു മാസത്തിലും, റമദാൻ അല്ലാത്തൊരു മാസത്തിലും റസൂലുള്ളാഹി മുഴുവൻ നോമ്പ് നോറ്റിട്ടില്ല. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് ശഅബാനിലാണ്. ശഅബാൻ കഴിഞ്ഞ് ഒരു വലിയ നന്മയിലേക്ക്, ഒരു വലിയ നന്മകൾ കൊയ്യാനുള്ള ഒരു മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ശഅബാനിൽ ഇപ്പോഴും ഒരു തിങ്കള് സുന്നത്ത് നോൽക്കാത്തവരുണ്ട്, ഒരു വ്യാഴം സുന്നത്തിനെ പറ്റി ചിന്തിക്കാത്തവരുണ്ട്. ശഅബാൻ മുഴുവൻ കടന്നു പോകുമ്പോഴും ശഅബാനിൽ ഒരു സുന്നത്ത് നോമ്പ് പോലും നോൽക്കാത്തവർ, ഖുർആൻ തൊട്ടു നോക്കാത്തവർ, പ്രിയമുള്ളവരെ, റമദാൻ നഷ്ടമായിരിക്കും. നമ്മുടെ റമദാൻ നമുക്ക് നഷ്ടങ്ങളുടെ കഥകളായിരിക്കും നമുക്ക് പറയാനുണ്ടാവുക. മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് പറഞ്ഞു, ദാലിക ശഹറുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. ജനങ്ങളിൽ അധികം ആളുകളും അശ്രദ്ധരാകുന്ന ഒരു മാസം അത് ശഅബാനാണ്. റമളാനിൽ തുടങ്ങാന്ന് പറയും. റമളാനാകട്ടെ, സ്വതക്ക ചെയ്യല്ലേ, ഇനി റമളാനാകട്ടെ. ഖുർആൻ ഏതായാലും ഇപ്പൊ നീ ഖുർആൻ ഓതി തുടങ്ങിയാൽ റമളാൻ ആകുമ്പോഴേക്കും പിന്നെ ആ ഫാത്തിഹ മുതൽ തുടങ്ങാൻ കഴിയില്ല. അപ്പൊ ഇപ്പൊ വേണ്ട. എന്നിട്ട് ശൈത്താൻ മനസ്സിൽ ഇങ്ങനെ കുറുകിത്തരും, റമളാനായാൽ ഫാത്തിഹ മുതൽ നിനക്ക് തുടങ്ങാം. അപ്പൊ ഒരു ഖത്തമിന് ഒരു ക്രമം ഉണ്ടാകും. എന്നിട്ട് ഖത്തമ് പൂർത്തീകരിക്കോ? അതുമില്ല. ശൈത്താൻ നമ്മളെങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കും, ശഅബാനെ തൊട്ട് അശ്രദ്ധമാക്കിക്കൊണ്ടിരിക്കും. രാത്രി നിസ്കാരം ഏതായാലും റമളാൻ 1 നന്നാകാന്ന്. ആ തിന്മ ഒഴിവാക്കണ്ടേ? റമളാൻ 1 മാറും. റമളാനിലേക്കല്ല, ശഅബാനിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ, ഇബാദത്തുകളിൽ മത്സരിക്കാൻ, അങ്ങനെ റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. റമളാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആനാണ്. സലഫുകൾ യസൂമുൻ നഹാർ, അവരുടെ റമളാൻ എന്ന് പറഞ്ഞാൽ പകലിൽ നോമ്പാണ്. വയഖൂമുനൽ ലൈൽ, രാത്രി നമസ്കാരമാണ്. വയത്ലൂനൽ ഖുർആൻ, പിന്നെ അവർക്കുള്ള അമല് മറ്റൊന്നെന്താണ്? ഖുർആനിന്റെ പാരായണമാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ച മാസം. നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ എത്ര നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ട്? നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ എത്ര ഖത്മ് നമ്മൾ ഓതി തീർത്തിട്ടുണ്ട്? എത്ര തവണ നമ്മൾ ഓതി? നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ നമ്മൾ ഓതിയ ഖുർആൻ പാരായണം സലഫുകളുടെ ഒരു റമളാനിലേക്കില്ല. നമ്മുടെ മുൻഗാമികളുടെ ഒരു റമളാനിലേക്ക് പോലും 60 കൊല്ലത്തെ 50 കൊല്ലത്തെ ആയുസ്സുള്ള മനുഷ്യരെ നമ്മുടെ ആയുസ്സിലെ ഖുർആൻ പാരായണമില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റമളാനിൽ 60 ഖത്മ് തീർക്കും. ഇമാം ഷാഫിഈ റഹ്മഹുല്ല 60 ഖത്ം പരിശുദ്ധ റമളാനിൽ ഓതി തീർത്തിട്ടുണ്ട്. ഇമാം മാലിക് റഹ്മഹുല്ല ഇദാ ദഖല റമളാൻ ലം യുഹദ്ദിസ് അഹദൻ, റമളാൻ എത്തിയാൽ പിന്നെ ഹദീസിന്റെ ക്ലാസ്സുകളില്ല. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഇമാം മാലിക്കിന്റെ സദസ്സിലേക്ക് ഹദീസ് പഠിക്കാൻ എത്തും. റമളാനിൽ പറയും ഇത് റമളാനാണ്, ഇനി ഹദീസിന്റെ ഫത്വയുടെ ദർസുകളില്ല, ഖുർആനിലേക്ക് ഇരിക്കൂ. ഇമാം മാലിക്കിനെ പള്ളിയിൽ കണ്ടാൽ മുന്നിൽ മുസ്ഹഫ് തുറന്നിരിക്കുന്നുണ്ടാകും. പള്ളിയിലില്ലെങ്കിൽ വീട്ടിലുണ്ടാകും, വീട്ടിൽ മുന്നിൽ മുസ്ഹഫ് തുറന്നിരിക്കുന്നുണ്ടാകും. ഇതല്ലാത്തൊരു കാഴ്ച ഇമാം മാലിക്കിനെ റമളാനിൽ കാണാൻ കഴിയുകയില്ല. ഇമാം സുഹരി റമളാൻ എത്തിക്കഴിഞ്ഞാൽ മറ്റു വിജ്ഞാന സദസ്സുകൾ മാറ്റിവെച്ച് ഖുർആനിലേക്ക് മാറും. മഹാന ഇമാം ബുഖാരി ലഹു ഫീ കുല്ലി യൗമിൻ ഖത്മ, ഓരോ ദിവസത്തിലും ഒരു ഖത്ം. മഹാന ഇമാം അഹ്മദ് യഖ്തിമു ഫീ കുല്ലി സലാസതി അയ്യാമിൻ, ഓരോ 3 ദിവസത്തിലും ഒരു ഖത്ം. ഫഇദാ ദഖലത്തിൽ അശ്ർ, അവസാനത്തെ 10 എത്തിയാൽ ഫീ കുല്ലി യൗമിൻ ഖത്മ, ഓരോ ദിവസത്തിലും ഒരു ഖത്ം. അവരുടെ ഒരു റമളാനിൽ
30, 60, 50 ഖത്മുകൾ അവർ പൂർത്തീകരിച്ചു. നമ്മൾ ഒരു ഖത്മ് തീരുമ്പോൾ അത് വലിയ സംഭവമായിട്ട് കാണാൻ. ഞങ്ങളെ പള്ളിയിൽ ഇമാമ് ഒരു ഖത്മ് പൂർത്തീകരിച്ചു, നമുക്ക് വലിയ സംഭവമാണ്. നമുക്കിങ്ങനെ അമല് വലുതാക്കി തോന്നിപ്പിക്കാൻ, നമ്മൾ എന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്ന രൂപത്തിൽ. അത് ഏറ്റവും ചെറുതാണ്. ഒരു തവണ ഖുർആൻ ഓതി തീർക്കുക എന്നത് ഏറ്റവും ചെറുതാണ് നമ്മുടെ മുൻഗാമികളുടെ അമലുകൾ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാനിൽ ഖുർആൻ പാരായണത്തിന് കുറച്ച് സമയം നമുക്ക് വേണം. സുബഹി കഴിഞ്ഞ് നേരെ ആ വീട്ടിലേക്ക് ഓടുന്ന ആ ഓട്ടം അത് നിർത്തണം. ഈ റമദാനിലെങ്കിലും പള്ളിയിലിരിക്കണം. നമ്മൾ നേരത്തെ തീരുമാനിക്കുക. അള്ളാഹു നമുക്ക് ആയുസ് നൽകിയില്ലെങ്കിൽ ആ റമദാനിൽ ഖുർആൻ പള്ളിയിലിരുന്ന് ഓതി തീർത്തവന്റെ പുണ്യം നമ്മുടെ ഖബറിലേക്ക് ഉണ്ടാകും. രോഗിയായി പ്രയാസപ്പെട്ടു, ആ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് ഉണ്ടാകും. പക്ഷെ നിയ്യത്ത് നമുക്ക് വേണം. ഖുർആനുമായി ഞാനിതാ ഇന്ന സമയങ്ങൾ ഞാൻ ഖുർആനിന് മാറ്റിവെക്കും. സലഫുകൾ സമയത്തെ 3 ഭാഗിക്കും. 1 സ്വന്തം കാര്യങ്ങൾക്കാണ്, 2 കുടുംബത്തിനാണ്, 3 ദീനിനാണ്. എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വന്തത്തിൽ നിന്ന് കടമെടുക്കും. അതുകൊണ്ടാണ് വഴിയോരത്ത് കയ്യ് തലയിണയാക്കി കിടക്കുന്ന ഉമർ ഖത്താബിനെ ചരിത്രത്തിൽ കാണുന്നത്. ഉറക്കം നഷ്ടപ്പെട്ടു, സമയം തികയാതെ വന്നാൽ കുടുംബത്തോട് ചോദിക്കും. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നമ്മുടെ മുൻഗാമികൾ അവരുടെ പരലോകത്തിന് മാറ്റിവെച്ച സമയത്തിലേക്ക് ഒരു മിസ്കീനിനെ പോലെ കൈകൾ നീട്ടിയിട്ടില്ല. അവരുടെ ആഖിറത്തിന് മാറ്റിവെച്ച സമയത്തിലേക്ക് അവർ കൈകൾ നീട്ടിയിട്ടില്ല. അവരുടെ ഇബാദത്തുകൾക്ക് മാറ്റിവെച്ച സമയം അവർ മറ്റൊന്നിനും ചിലവഴിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വിഷയം നാം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, റമദാനിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ശഅബാൻ, അത് വെള്ളം നനയ്ക്കണം. കൃഷിയെ ബാധിക്കുന്ന കളകളുണ്ടെങ്കിൽ, ഏതെങ്കിലും മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ശുദ്ധമാകണം. മഹാനായ അംർ ഇബ്നു ഖൈസ് അദ്ദേഹം പറയും, റമദാനായി ആയിക്കഴിഞ്ഞാൽ, റമദാനിന് മുമ്പ് അദ്ദേഹം പറയും, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ. റമദാനിന് മുമ്പ് മനസ്സു ശുദ്ധീകരിച്ചവരെ, നിങ്ങൾക്ക് മംഗളം. നിങ്ങളാണ് റമദാനിൽ നേടാൻ പോകുന്നത്, നിങ്ങളാണ് റമദാനിൽ കൊയ്യാൻ പോകുന്നത്, നിങ്ങളാണ് റമദാനിലെ വിജയികൾ. റമദാനിന് മുമ്പ് മനസ്സൊന്ന് ഒറ്റക്കൊന്നിരുന്ന് മനസ്സിനെ വിചാരണ ചെയ്യുന്നവൻ, പകയുണ്ടോ, വിദ്വേഷമുണ്ടോ, ഇപ്പോഴും പിണക്കമുണ്ടോ, പുഞ്ചിരിക്കാനുള്ള തടസ്സമുണ്ടോ, അകന്നു നിൽക്കുന്ന ബന്ധങ്ങളുണ്ടോ, അത് ശുദ്ധമാക്കണം. നമ്മുടെ മനസ്സിന് പറയാൻ കഴിയണം, ഒരാളോടും പകയില്ല. എൻ്റെ ഇബാദത്തുകളെ ബാധിക്കുന്ന രൂപത്തിൽ എൻ്റെ മനസ്സിൽ ഒരു കറുപ്പുമില്ല. അങ്ങനെ നമ്മുടെ നഫ്സിനെ ശുദ്ധമാക്കാൻ നമുക്ക് സാധിച്ചാൽ റമദാനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും. മഹാനായ ഇമാം സുഹരി അദ്ദേഹം റമദാനിൽ ധാരാളം ആളുകൾക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഇത് അദഖല റമദാൻ, റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഇന്നമാ ഹുവ, ഈ റമദാൻ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയുമോ? തിലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണമാണ്. വ ഇത്ആമുത് തആം, പാവങ്ങൾക്ക് ഭക്ഷണം നൽകലാണ്. നമ്മുടെ ചുറ്റുപാടുകൾ അന്വേഷിക്കുക. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ, പട്ടിണി കിടക്കുന്നവരുണ്ടോ, ഭക്ഷണത്തിന് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ, അവരെ റമദാനിന് മുമ്പ് കണ്ടെത്തി പരിഗണിക്കാൻ നാം പരിശ്രമിക്കുക. അങ്ങനെ റമദാനിന് മുമ്പ് ഹൃദയം ശുദ്ധീകരിച്ച്, റമദാനിൽ ഒരുപാട് നന്മകൾ ആഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല അമൽ ഫർദായ അമലുകളാണ്. അള്ളാഹു നിർബന്ധമാക്കിയ ഫർളാക്കിയ കാര്യങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് പോലെ സുന്നത്തിലൂടെ അടുക്കാൻ കഴിയുകയില്ല. സുന്നത്തിന് പ്രതിഫലമില്ല എന്നല്ല, പ്രതിഫലമുണ്ട്.
പക്ഷെ ഏറ്റവും അധികം അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുക ഫർളിലൂടെയാണ്. പലപ്പോഴും ആളുകൾ സുന്നത്തിന് അത് ശ്രദ്ധിക്കും. രാത്രി നമസ്കാരത്തിന് വാഹനം ഏർപ്പാട് ചെയ്യും, നല്ലത് തന്നെ. കുടുംബസമേതം തറാവി നമസ്കാരത്തിനെത്തുന്നു, നല്ലതാണ്, ഖൈറാണ്. പക്ഷേ ഇശാവോ, പള്ളിയിലെ ഇശാ ജമാഅത്ത് കഴിഞ്ഞുകൊണ്ടാണ് തറാവി നമസ്കാരത്തിനെത്തുന്നത്. റമദാനിൽ നോമ്പ് തുറയുടെ പള്ളിയിലുള്ള അതുപോലെ മറ്റു സംവിധാനങ്ങളിലുള്ള ആ നോമ്പുതുറയുടെ കാര്യങ്ങളിൽ ആളുകൾ മത്സരിക്കുന്നു. മഗ്രിബ് അവിടെ ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്. നിർബന്ധമായ മഗ്രിബ് നമസ്കാരം ജമാഅത്ത് ആരംഭിച്ചു. ആ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടാണ് പിന്നീട് രണ്ടാമത്തെ ജമാഅത്ത് ആരംഭിക്കുന്നത്. ഫർളിന്റെ ഗൗരവം ആളുകളുടെ മനസ്സിൽ നിന്ന് പോകുന്നു. സുബഹി നമസ്കാരം ജമാഅത്തിന് ആളുകളില്ല. രാത്രി നമസ്കാരത്തിന് പള്ളി നിറയുന്നുണ്ട്. ആ രാത്രി നമസ്കാരത്തിനാണോ പ്രാധാന്യം, സുബഹിയുടെ ജമാഅത്തിനാണോ? സുബഹിയുടെ ജമാഅത്തിനാണ്. സുബഹിയുടെ ജമാഅത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് പോലെ ഒരു സുന്നത്തിലൂടെ അടുക്കാൻ കഴിയുകയില്ല. അതിന് പ്രതിഫലമുണ്ട്, ഒരുപാട് ഖൈറുകളുണ്ട്. പക്ഷെ സുബഹിയുടെ പ്രാധാന്യം എത്രയാണ്? സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിന് ആകാശഭൂമികളെക്കാൾ ഉന്നതമായ സ്ഥാനം ആ 2 റക്അത്തിനുണ്ടെങ്കിൽ സുബഹിയുടെ ഫضിൽ എത്രയാണ്? പിന്നെ നാം ശ്രദ്ധിക്കണം. റമദാനിൽ ളുഹർ നഷ്ടപ്പെടുന്ന, റമദാനിൽ ഒരു അസർ നഷ്ടപ്പെടുന്ന, റമദാനിൽ ഒരു ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുപോലെ തന്നെ റമദാൻ ഒരു ഭക്ഷണത്തിന്റെ മാസമായി പല സ്ഥലങ്ങളിലും മാറിയിട്ടുണ്ട്. മഗ്രിബിന് നോമ്പ് തുറന്ന് മഗ്രിബ് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് നിസ്കരിക്കും. അത് കഴിഞ്ഞ് പിന്നൊരു ഭക്ഷണം കഴിക്കലുണ്ട്. അത് കഴിച്ചിട്ട് ഇശായിന് പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥ, രാത്രി നമസ്കാരം ഇല്ലാത്ത അവസ്ഥ. ഇപ്പം എന്തിനാണ് നമ്മൾ മഗ്രിബ് വരെ അന്നപാനീയങ്ങൾ പിടിച്ചു വെച്ചത്? മഗ്രിബ് വരെ എന്തിനാണ് നമ്മൾ പട്ടിണി കിടന്നത്? ഒരു ഇബാദത്തായതുകൊണ്ടാണ്, പ്രതിഫലം കിട്ടാനാണ്. എന്നിട്ട് ഭക്ഷണം കഴിച്ച് അമിതമായി ഇശാ നിസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥ. എന്നിട്ട് പറയാണ് ഇന്ന് കഴിച്ചത് കുറച്ച് കൂടിപ്പോയി, ഏതായാലും രാത്രി ഉറങ്ങി എഴുന്നേറ്റും രാത്രി നിസ്കരിക്കാലോ. അങ്ങനെ ഒരു നിസ്കാരം കിട്ടൂല, അതങ്ങോട്ട് ഉറങ്ങിപ്പോകും. നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം ക്രമീകരിക്കുക. തറാവി കഴിഞ്ഞ് അതിനുശേഷവും ഭക്ഷണം കഴിക്കാലോ. സ്ത്രീകൾ തന്നെ അവരുടെ റമദാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി തീരാൻ. ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഭക്ഷണം അത് കുറച്ചൊന്ന് കൂടുതൽ ഉണ്ടാക്കിയാൽ അത്തായത്തിനും അത് മതി. ഉണ്ടാക്കിയൊരു ചപ്പാത്തി അത് ഒരു 10 എണ്ണം അത് കൂടുതൽ ഉണ്ടാക്കിയാൽ അത്തായത്തിന് അത് മതി. പക്ഷെ അത് പോരാ, നമുക്ക് ഓരോ നേരത്തും ഓരോ ഭക്ഷണം. 3 നേരം കഴിക്കുന്നുണ്ടെങ്കിൽ 3 വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ. എന്നിട്ട് അവരുടെ ജീവിതം പരിശുദ്ധ റമദാനിലും അടുക്കളയിൽ തീരാൻ. ഇതൊക്കെ ഒന്ന് കുടുംബമായി ഇരുന്നു കൊണ്ടൊന്ന് ചർച്ച ചെയ്യണം. ഈ റമദാനിൽ നമ്മുടെ മെനു ഒന്ന് ചുരുക്കണം. ലളിതമായി ആവശ്യത്തിനുള്ളത് മതി, മനുഷ്യന് ജീവിക്കാനുള്ളത് മതി. ആ നേരത്തെ ഒരു ഭക്ഷണത്തിന് ആ വിശപ്പ് മാറണം, അത്ര മതി. നോമ്പ് തുറ അത് പലപ്പോഴും അതൊരു ചടങ്ങായി മാറാണ്. നോമ്പ് തുറപ്പിക്കുന്നതിന് പ്രതിഫലമുണ്ട്. പക്ഷേ എത്ര നോമ്പ് തുറകളാണ് ഒരു വീട്ടിൽ തന്നെ? 10ഉം 15ഉം നോമ്പ് തുറ. മരുമക്കളെ നോമ്പ് തുറപ്പിക്കണം, അയൽവാസികളെ നോമ്പ് തുറപ്പിക്കണം. അങ്ങനെ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താ? ഓരോ ദിവസവും നോമ്പ് തുറ, അതിനായിട്ട് ഭക്ഷണം ഒരുക്കുക. റമദാൻ ഇബാദത്തിന്റെ മാസമാണ്. റമദാനിൽ ഏറ്റവും പ്രധാനം നോമ്പും രാത്രി നമസ്കാരവും ഖുർആൻ പാരായണവുമാണ്. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ വെറും നോമ്പ് തുറപ്പിക്കുന്ന ആളുകളായിട്ട് റമദാനിൽ മാറരുത്. നോമ്പ് തുറപ്പിക്കുന്നതിന് പ്രതിഫലമുണ്ട്, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇബാദത്തുകൾ ശ്രദ്ധിക്കാതെ, ഇബാദത്തുകളിൽ അശ്രദ്ധരായിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ, റമദാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ നോമ്പ് തുറപ്പിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഇല്ലാഞ്ഞിട്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് അവിടെ നോമ്പ് തുറക്കുക,
എന്നിട്ട് അവിടെ കുറേ വെളുപ്പും കാര്യങ്ങളും കത്തിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്യാം. രാത്രി നിസ്കാരമില്ല, ഖുർആൻ പാരായണമില്ല, ഇബാദത്തുമില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ നിറക്കാനുള്ള എന്തെങ്കിലും കോപ്രായങ്ങളല്ല. റമദാൻ നമ്മുടെ ആഖിറം നേടാനാണ്, നമ്മുടെ പരലോകം നേടാനാണ്. ആ പരലോകത്തിലേക്കുള്ള വിഭവങ്ങൾ റമദാനിൽ നേടിയെടുക്കാം. മഹാന ഉമർ റളിയല്ലാഹു തആല പറയാറുണ്ട്, ലൈസ സിയാം മിനത് തആം വശറാബി വഹദ. ഭക്ഷണവും പാനീയവും ഒഴിവാക്കൽ മാത്രമല്ല നോമ്പ്. വലാകിന്ന മിനൽ കദിബ് വൽ ബാതിൽ വൽ ലഗ്വ്. നാവിൽ നിന്ന് കളവ് പോകണം, ബാത്തിൽ പോകണം, വെറുതനെയുള്ള പണികൾ, കുറേ കുമിളകൾ ഉണ്ടാകും, ഒരു ഉപകാരവും ഇല്ലാത്ത പ്രവർത്തനങ്ങൾ. അതിൻ്റെ പിന്നാലെ പോകാനല്ല റമദാൻ. റമദാനിൽ എങ്ങനെ സമയം നീക്കണം എന്നറിയാതെ ക്യാരം ബോർഡും ലുഡാ ബോർഡും അതൊക്കെ വാങ്ങി വെക്കണ മനുഷ്യന്മാരുണ്ട്. റമദാനിൽ ഇനി എങ്ങനെ ഒരു മാസമുണ്ട്, എങ്ങനെ ഈ സമയം നീക്കണം എന്നിട്ട് അറിയില്ല. എന്നിട്ട് അതിന് പലജാതി വിനോദങ്ങൾ. അതിനല്ല റമദാൻ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ നാം ആലോചിക്കണം. മൊബൈലിന് നിയന്ത്രണം ഉണ്ടാകണം. അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ച് ഓരോ സമയങ്ങളും നിധികളാണ്. ആ സമയം ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. മൊബൈൽ ഇല്ലാത്ത കാലഘട്ടത്തിലൂടെ മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെല്ലാം നമുക്ക് ഈ റമദാനിൽ നമ്മുടെ മറ്റു കാര്യങ്ങൾ, നമ്മുടെ ഭൗതികമായ മറ്റു വിഷയങ്ങൾ ക്രമീകരിക്കാൻ കഴിയുമോ അങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് റമദാനിനെ കണ്ടുമുട്ടാൻ നാം പരിശ്രമിക്കണം. നമ്മുടെ കുടുംബസമേതം ഇബാദത്തുകളിൽ മത്സരിക്കുന്ന, കുടുംബസമേതം ഒരു നിലാം ഉണ്ടാക്കുന്ന, അന്നിലാമു അസാസുൻ നജ, ഒരു നിലാം ഉണ്ടാകണം, ഒരു ചിട്ടയുണ്ടാകണം. അപ്പോഴാണ് വിജയം നേടാൻ കഴിയുക. അല്ലാതെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതമല്ല. നമുക്കൊരു കൃത്യമായ ഒരു ചിട്ട, നമ്മൾ എഴുന്നേൽക്കുന്നതിന്, നമ്മൾ ഉറങ്ങുന്നതിന്, നമ്മുടെ ഇബാദത്തുകൾക്ക് അതിനൊക്കെ ഒരു ക്രമീകരണം വരുത്തി അങ്ങനെ നമ്മുടെ റമദാനിനെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.